ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇന്നാ എനിക്ക് അയച്ചു തന്നതാണ്. ഫോട്ടോ ആണോ വീഡിയോ ആണോ? ഫോട്ടോ ഒരു ലിങ്കാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്നത് എനിക്ക് അയച്ചു തരണമായിരുന്നറിയാമോ? എൻ്റെ അമ്മ കണ്ടിട്ട് അമ്മയ്ക്ക് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നതാ, അമ്മയ്ക്കും അച്ഛനൊക്കെ. ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നോക്കട്ടെ, ക്യാമറ ഒന്ന് നമുക്ക് സൂം ചെയ്യാം, നോക്കാം. അത് ഏത് ചാനലാണ് കൊടുത്തിരിക്കുന്നത്? ഏത് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോലും പോയില്ല. ഇവർക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി അനുമായിട്ടുള്ള ബന്ധപ്പെട്ടാണോ? ഇതാണേ അനുമോൾ തങ്കച്ചൻ വിവാഹം. നോക്കട്ടെ, തരൂ. അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പോകും. എന്റെ ഫേസ്ബുക്കില്ല. അല്ല, ഇത് ക്യാൻസൽ ആണ്. ഞാൻ എടുത്തില്ല. അതിനകത്ത് ഒരു ഭയങ്കര ടാഗ് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോ ഉൾപ്പെടെ. അനുമോൾ തങ്കച്ചൻ വിവാഹം ഉടൻ നടക്കും, അനു തുറന്നു പറഞ്ഞു. ഇതാണ് സംഭവം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ മോശം കാര്യങ്ങളാണ്. ഇത് അനു അറിഞ്ഞിട്ടുണ്ടോ? പുള്ളിക്ക് ഇത് കാണാൻ ഭയങ്കര വിഷമം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. ഏതൊരു ചാനലാണ്? ഫേസ്ബുക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അനുമോൾ തങ്കച്ചൻ വിവാഹം അല്ല, ഇതിന് മുന്നേ കുറെ വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി ഈ മീഡിയക്കാരുടെ, എനിക്കറിയുന്ന മീഡിയക്കാരാ, ഓൺലൈൻ മീഡിയക്കാർക്ക് പോയി ഞാൻ നമ്പർ തപ്പിയെടുത്ത് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു. പ്രതികരിക്കാൻ തോന്നുന്നില്ലേ? പ്രതികരിക്കാൻ തോന്നുന്നു പറഞ്ഞാല്, ഒന്നാമത്തെ കാര്യം, ഞാൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചോദിക്കും ഇത് കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന്. അപ്പോൾ നിനക്ക് വിഷമമുണ്ടോ? എനിക്ക് എന്ത് വിഷമം പറയുന്നവർ പറയട്ടെ. മറുപടി അല്ല നീ കൊടുക്കണ്ടേ, നാണമില്ലെന്ന്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത്? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ എന്തിനാണ്? ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ, നമ്മൾ ഈ ആർട്ടിസ്റ്റുകളായതുകൊണ്ട്, ഇങ്ങനൊരു ഇതിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാവർക്കും എന്താ പറയണ്ടേ. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ മീഡിയക്കാർ, ഇപ്പൊ തങ്കച്ചേട്ടന് കല്യാണം ഓൾറെഡി ആയിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലും തങ്കച്ചേട്ടൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്റെ കാര്യത്തിൽ. കാരണം ഈ മീഡിയക്കാർ ഓരോന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ തങ്കച്ചേട്ടൻ കല്യാണം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് പുള്ളിക്കാരനത് ഭയങ്കര വിഷമമാണ്. ഞാനത് ഈ ചെവി കൂടെ കണ്ട് ഈ ചെവി കൂടെ കളയുന്നതാണ്. പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ ഇടയ്ക്ക് സ്റ്റാർ മാജിക് പോലും എൻ്റെ അടുത്ത് തന്നെ ഭയങ്കര വിഷമം ഒന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ആ ഒരു കോംബോ മാറ്റാന്നുള്ള രീതിയിൽ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഇപ്പൊ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ. എത്ര പേര് ഇപ്പൊ തന്നെ എനിക്ക് എത്ര ഈ മീഡിയക്കാർ തന്നെയാണ്, ഓൺലൈൻ മീഡിയക്കാരുടെ എന്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ എനിക്കറിയത്തില്ല എത്ര പേര് കൊച്ചു കല്യാണം കഴിപ്പിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈവായിട്ട് നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ ലൈവായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ അവർക്കത് മനസ്സിലാവും. ഇന്ന് തന്നെ മനസ്സിലായി അവർക്കല്ല. ഞാൻ പോകുന്ന എത്ര നമ്മൾ എത്ര ഇനാഘോഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും തങ്കച്ചനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അടുത്ത വരുന്ന ചോദ്യം എന്താന്ന് വെച്ചാല്, തങ്കച്ചൻ എന്താ കൊണ്ടുവരാത്തെ? അതും കുഴപ്പമില്ല. തങ്കച്ചനായിട്ടുള്ള കല്യാണം എന്നാണ് അവർ തമാശക്കായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്ന ഒരു ചേട്ടനെ വെച്ചിട്ട്? അങ്ങനെ ഞാനും തങ്കച്ചേട്ടനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോ? ഇപ്പൊ സ്റ്റാർ മാജിക് പറയുന്നുണ്ട് തമാശയാണ്. അത് സ്റ്റാർ മാജിക് എന്നും കാണുന്നവർക്കറിയാം അതൊരു തമാശയാണ് പറയുന്നതെന്ന്. അല്ലാത്തവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പ്രേമമാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതാണ്. പക്ഷേ അങ്ങനെ സിനിമകളിൽ എത്രയോ പ്രേമങ്ങൾ വന്നിട്ടുണ്ട്. അവരാരും ഒന്നിച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അതെ, കല്യാണം കഴിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും, ഈ കള്ളം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയണം, അങ്ങനൊന്നുമില്ല. പക്ഷെ അനുവിന്റെ മനസ്സിൽ ഒരാളുണ്ട്. നമ്മൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ പോട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് അങ്ങനെ കള്ളം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയും, എന്നാലും അറിയണ്ടേ. അപ്പൊ നമ്മൾ അറിയിക്കണം കേട്ടോ. എന്നെ അറിയിക്കുവോ? ഓക്കെ, ഇന്റർവ്യൂ തരും. അനുവിന്റെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ കിടന്ന് കാല് പിടിച്ചിട്ട് എനിക്ക് ഇപ്പൊ കിട്ടിയത്. പക്ഷെ വേറെ മൈൻഡ് ഔട്ട് ആണ്. പിന്നെ അവരുടെ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഇനാഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ തരാൻ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷെ അല്ല, നമ്മൾ ഒത്തിരി വർഷമായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു കണ്ടന്റ് ഉണ്ട്, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ബിഗ് ബോസിലെ എല്ലാ പെൺകുട്ടികളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അഖിൽമാരൊരു പ്രസ്താവന കൊണ്ടുവന്നു. ഞാൻ കണ്ടിട്ടില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാം? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, അഖില് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അഖില് പറഞ്ഞത് അതിലെ പെൺകുട്ടികൾ മറ്റുള്ളവരുടെ കൂടെ, അതായത് എല്ലാരെയും അല്ല പറഞ്ഞ, പല പെൺകുട്ടികൾ ചിലർ അതിനകത്ത് കൂടെ കിടന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കയറിയത് ചിലർ പൈസ കൊടുത്തിട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇങ്ങനെ പറയുമ്പോൾ പലരെയും സംശയം വരത്തില്ലേ? ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ ആ പറഞ്ഞതിനകത്ത് അനു? ഒന്നത്തെ കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. അതെ, ആ വീഡിയോ ഉണ്ട്. അഖില് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും. മേ ബി. ഒന്നും ഇപ്പം എനിക്കറിയില്ല. ആ വീഡിയോ എന്താണ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ ഒരു വ്യക്തി പബ്ലിക്കിന്റെ മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു ലൈവായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ പുള്ളി ബുദ്ധിമാനാണെങ്കിൽ കുറച്ച് വിവരം ബുദ്ധിയുള്ള ആളാണെങ്കിൽ ആലോചിച്ചിട്ട് എന്തും വീഡിയോ ചെയ്യും പറയത്തുള്ളൂ. ചിലപ്പോൾ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല. എന്നല്ല നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് എന്നാലും നമ്മൾ അത് പിടിക്കപ്പെടും. എത്ര കള്ളം ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചാലും ഏതൊരു സമയം ഇനി എത്ര നാളാണെങ്കിൽ ഇപ്പോൾ 1 വർഷമായിക്കോട്ടെ 2 വർഷമായിക്കോട്ടെ എത്ര വർഷമായിക്കോട്ടെ നമ്മളത് പിടിക്കപ്പെടും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് പുള്ളി എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞ പെൺകുട്ടികൾ എനിക്കറിയത്തില്ല, ഞാൻ തോന്നുന്നില്ല. കാരണം ചാനലിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ്, മഴ വരുമ്പോ ഇങ്ങനെയുള്ള ചാനലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ചാനലിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏഷ്യാനെറ്റ് ചാനലിൽ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. ആ പ്രോഗ്രാമും തെറ്റാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പ്രസ്താവന പറയുമ്പോൾ അതിന്റെ തെളിവ് വേണ്ടേ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാ ചാനലിലും ഞാൻ എല്ലാ ചാനലിലും പോയി അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുവരെ എനിക്ക് മോശം എന്ന് പറയാൻ ഞാൻ പറയത്തില്ല. കാരണം നല്ല ആൾക്കാരാണ്, എല്ലാം നല്ല ടീമാണ്. ഒരു ഫാമിലി പോലെയാണ് കണ്ടത്. ആ സിനിമയാണെങ്കിലും എനിക്ക് മോശം എന്ന് പറയാൻ ഒന്നുമില്ല, നല്ല ടീമാണ്. പക്ഷേ അഖിലേട്ടൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഖിലേട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അഖിലേട്ടൻ കള്ളം പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ സത്യമായിരിക്കും. എന്റെ സുഹൃത്തോടെയാണ്, നാട്ടുകാരനാണ്. എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് സത്യമായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഖിലേട്ടൻ പിടിക്കപ്പെടും. ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പാടില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അതായത് അവിടെ ഇവിടെ തൊടാതെ പറയരുത്, കറക്റ്റായിട്ടൊരു ആൻസർ പറയുക. അതായത് ഇപ്പം അറിഞ്ഞിരിക്കുന്ന അനുമോൾ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് അറിഞ്ഞത് സ്റ്റാർ മാജിക്കലെ ടമാർപടാർ എന്നുള്ള ഒരു ഫ്ലോറിലൂടെയാണ് അനുമോൾ ഇത്രയും ഇതായത്, വൈറലായത് അല്ലേ? കറക്റ്റ് അല്ലേ? സീരിയൽസിലൂടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും. പക്ഷെ നമ്മൾ ആ ഒരു ഷോയെ കുറിച്ച് അതിലില്ലാതിരുന്ന സമയത്ത് ആ ഷോയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്സ് ആണോ? എത്തിക്സ് ആണോ? അത് എത്തിക്സ് ആണോ? അത് എത്തിക്സ് ആണോ? കാരണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റിൽ നിന്നും വിൻ ചെയ്തതാണ് അഖില്. അപ്പൊ ആ ഷോയെ കുറിച്ച് പറയുന്നത് ശരിയാണോ? എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ അറിയത്തില്ല. എങ്കിലും അല്ല പറഞ്ഞത് ആ പ്രസ്താവന ആ വ്യക്തി സംസാരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്ത് സംസാരിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ അഖിലേട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ പോയി കുറെ കമന്റുകൾ, ഒരു 10,000-2000 കമന്റ് ഉണ്ട്. പ്രതികരിക്കാനാണെങ്കിലും എന്ത് കാര്യം, സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും സപ്പോർട്ട് അല്ലാതെ കൊടുക്കാൻ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് അതിലേക്ക് എന്തെങ്കിലും ഞാൻ എന്താ ചിന്തിക്കാൻ എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യാൻ? അതെനിക്കറിയാം, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന അറിയാലോ, അതിനകത്ത് എങ്ങനെ കളിക്കുന്നു, ഗെയിം കളിക്കുന്നു? എനിക്ക് ഞാനായിട്ട് നിന്ന് കളിക്കും. വഴക്കുണ്ടാക്കും വെറുതെ കണ്ടന്റ് കൊടുക്കാൻ നോക്കും മാക്സിമം. കണ്ടന്റ് ആണ് വഴക്ക്. വഴക്ക് അങ്ങനെ ചുമ്മാ കയറി ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ആളെ പോയി ചൊറിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ലത് കണ്ടാൽ നല്ലത് പറയും, ചീത്ത കണ്ടാൽ ചീത്ത പറയും. 2025 7ാം സീസണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലവ് ട്രാക്ക് അനുവിന്റെ കൂടെ ഒരാളും കൂടെ വരികയാണ്, ലവ് ട്രാക്കിലേക്ക് വരികയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുമോ?